അനുഗ്രഹീതമായ വിശുദ്ധ കുർബാനയിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് അടുത്തു വരാം. കണ്ണുകളെ അടച്ചൊരു നിമിഷം മൗനമായി ദൈവസന്നിധിയിൽ ചെലവഴിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലാം. ദൈവമേ, നിന്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഞാൻ വന്നിരിക്കുന്നു. സ്വർഗസ്ഥനായ രാജാവേ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളും ക്ഷമിക്കണമേ. ദൈവമേ, നീ ഏറ്റവും കരുണയുള്ളവനാകിയാൽ ധൂർത്തപുത്രനെ കൈക്കൊണ്ടതുപോലെ എന്നെ കൈക്കൊണ്ട് എന്നോട് കരുണ ചെയ്യണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 34-ാമത്തെ ഗീതം പ്രാരംഭ ഗീതമായിട്ട് നമുക്ക് പാടാം. ആദ്യത്തെ 3 ചരണങ്ങളും 6-ാമത്തെ ചരണവും. പാടകളുടെ മധ്യത്തിലായിട്ട് 44-ാമത്തെ ഗീതം ഹിം 34 പ്രാരംഭ ഗീതമായിട്ട് പാടാം. അതിനുശേഷം ഉഷാനെ വ്യാഴാഴ്ച കാലത്തെ ഈ ശുശ്രൂഷയുടെ പ്രാരംഭ ഭാഗങ്ങൾ എടുക്കുന്നതാണ്. അതിനുശേഷം വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നതുമാണ്. ചേർന്ന് പാടാം. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. സഹായാലേ സഹായുടെ കുഞ്ഞാടിനെ അഴിച്ചു മെസ്സിഹാതമ്പുരാനെ സഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
സഹായാലേ സഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മസിഹാതമ്പുരാനെ നിന്റെ സഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സഹായാലേ സഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മസിഹാതമ്പുരാനെ സഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്തുതി നിനക്കോ ബഹുമാനം റൂഹായ്ക്ക് പുകഴ്ച വന്ദനം. സിംഹാസനെ പ്രാർത്ഥന എത്തണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തുടർന്നുള്ള പ്രാർത്ഥനയ്ക്ക് സകല സൃഷ്ടികളുടെയും നിർമ്മാതാവായ ദൈവമേ, നിനക്ക് സ്തുതി എന്ന പ്രതിവാക്യമായി പ്രാർത്ഥിക്കാം. തന്റെ പീഡാനുഭവങ്ങളാൽ ഞങ്ങളുടെ കഷ്ടതകളെ മായിച്ചവനായ കർത്താവേ, നിനക്ക് സ്തുതി. മേലുള്ളവരുടെ ഇടയനായിരിക്കെ ഞങ്ങളെ സ്വതന്ത്രരാക്കുവാൻ തന്റെ സ്നേഹത്താൽ ന്യായവിസ്താര സ്ഥലത്തേക്ക് പ്രവേശിച്ച കർത്താവേ, നിനക്ക് സ്തുതി. ന്യായപ്രമാണപ്രകാരമുള്ള പെസഹാവിരുന്ന തനിക്ക് ഒരുക്കുവാനായി ഇന്നെന്ന പോലെ ഒരു ദിവസം ശിമയോൻ കേഫായി യോഹന്നാനെ നിയോഗിച്ചവനായ കർത്താവേ, നിനക്ക് സ്തുതി. തന്റെ സമയം അടുത്തിരിക്കുന്നുവെന്നറിഞ്ഞ ഇന്നെന്ന പോലെ ഒരു ദിവസം സഹ്യോൻ മാളികയിലെ ശിഷ്യന്മാരോട് വിരുന്നിനിരിക്കുകയും തന്റെ പുതിയ ഉടമ്പടിയുടെ ദിവ്യമങ്ങളെ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്ത കർത്താവേ, നിനക്ക് സ്തുതി. സർവലോകത്തിന്റെയും പാപങ്ങൾക്ക് പരിഹാരം ആ യാഗമായ തന്റെ മരണത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്നതിനുള്ള വിശുദ്ധ വിരുന്ന് ഇന്നെന്ന പോലെ ഒരു ദിവസം ഏർപ്പെടുത്തിയ രക്ഷിതാവേ, നിനക്ക് സ്തുതി. വാഴ്ത്തപ്പെട്ടതും മുറിക്കപ്പെട്ടതുമായ അപ്പത്താലും കലർത്തപ്പെട്ടതും സ്തോത്രം ചെയ്യപ്പെട്ടതുമായ കാസായാലും തിരുശരി രക്തങ്ങളോടുള്ള കൂട്ടായ്മയുടെ ദിവ്യമർമ്മം ഇന്നെന്ന പോലെ ഒരു ദിവസം തിരുസഭയ്ക്കായി നിയമിച്ച് വിശുദ്ധ ശ്രീഹന്മാരെ അതേ പരമേൽപ്പിച്ച കർത്താവേ, നിനക്ക് സ്തുതി. പിതാവായ ദൈവത്തിന്റെ തിരുമാർവിൽ വസിക്കുന്നവനായിരിക്കെ യുവാവായ യോഹന്നാൻ തിരുമാർവിൽ ചാരുന്നതിനും അനാദിയായ വചനമാം ദൈവം ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി തീർന്ന ദിവ്യമർമ്മം ഗ്രഹിക്കുന്നതിനും അനുവദിച്ച പുത്രനാം ദൈവമേ, നിനക്ക് സ്തുതി. ദൈവമായ മസിഹായെ, വിശുദ്ധ റൂഹായുടെ ആവാസ് മൂലം നിന്റെ ദൈവീയ കൽപ്പന നിറവേറ്റുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, നിന്നോടും തമ്മിലുള്ള നിഷ്കളങ്കമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ സമ്പൂർണ്ണരാക്കണമേ. നിന്റെ വിശുദ്ധ പെസഹായുടെ ആനന്ദം കൊണ്ട്
ഞങ്ങളെ സന്തുഷ്ടരാക്കണമേ. നിനക്ക് പ്രസാദമുള്ള വിശുദ്ധമായ പുളിപ്പില്ലായ്മയാൽ നിന്റെ രക്ഷയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. കർത്താവേ, മഹത്വമുള്ള നിന്റെ രണ്ടാമത്തെ എഴുന്നേൽപ്പിങ്കൽ ഉണ്ടാകാനിരിക്കുന്ന അക്ഷയമായ അന്ത്യപെരുന്നാളിൽ പ്രകാശവും നിത്യ സന്തോഷവും നിറഞ്ഞിരിക്കുന്ന മണവറയിൽ നിന്റെ ഇഷ്ടം പൂർണ്ണമാക്കിയതോടുകൂടെ ഞങ്ങളും പ്രവേശിക്കുമാറാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളെ നേരെ അടച്ചു കളയരുതേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ മരണത്താൽ ഞങ്ങളെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ 1-2 പാഠങ്ങൾ വായിക്കുന്നതാണ്. ഒന്നാം പാഠഭാഗമായി പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് 12-ന്റെ 1 മുതൽ 17 വരെ. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതാത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടി എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരെങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവന്റെ വീടിന് അടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടി എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കുറെയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടിളക്കാൽ 2-ന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടെ അത് തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടില്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയിട്ടുള്ളതായിട്ടോ തിന്നരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് അതിലൊട്ട് ശേഷിപ്പിക്കരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹ ആകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തു കൂടെ കടന്നു. മിസ്രൈം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയും ഒക്കെയും സംഗ്രഹിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തമടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ ദിനങ്ങളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയും. 1-ാം ദിവസത്തിലും 7-ാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. അന്ന് അവരവർക്ക് വീഴുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം. ഈ ദിവസത്തിൽ തന്നെയാകുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം. പ്രകാരം 1-ാം പാഠഭാഗം അവസാനിച്ചു.
ഭാഗമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സസ് 1 to 15. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു, അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകുകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരുബുകളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യമുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെയല്ല, അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോട് കൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരിക്കുന്ന ജഡിക നിയമങ്ങളത്രേ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവേറിയതുമായ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകുട്ടന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകുട്ടന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുർബാനയ്ക്കായിട്ട് അനുഗ്രഹീതമായ പ്രസംഗയുടെ പ്രഭാത വിശുദ്ധ കുർബാനയിൽ നമുക്കൊരുങ്ങാം. ദിവസനതയിൽ സമർപ്പിക്കാം. യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായേ, ഞങ്ങളുടെ മേൽ അനു
അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ കുഞ്ഞാടിനെ അഴിച്ചാം ശിയാതം വരാനേ സഹായ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ കുഞ്ഞാടിനെ അഴിച്ചാം ശിയാതം വരാനേ സഹായ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബഹുമാനം വിശുദ്ധ റൂഹായ്ക്ക് പുകഴ്ച വന്ദനം. മേലുള്ള യെരൂശലേം വാതിൽ തുറന്നിട്ടു മശീഹ സിംഹാസനെ പ്രാർത്ഥന എത്തണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പലതരമായ ഉപദേശങ്ങൾ പുറപ്പെടുന്നു. എന്നാൽ ദൈവത്തിന്റെ ഉപദേശങ്ങൾ തുടങ്ങി അവസാനിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ ദിവ്യന്മാരായ നിരസ്ത്രീകന്മാരുടെ നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും മണിക്കാരനുമായ പൗലോസ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആദരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നും
കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് ചൊല്ലി നിർക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ താഴെ കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. ആകയാൽ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ ആക്കപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് തന്നെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ അവൻ വന്നിട്ട് ക്രമപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് എടുപ്പീൻ. കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധ മണ്ഡലങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധിയുടെ അലങ്കാരത്തിൽ കർത്താവിനെ വന്നിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ തലവരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരികെ പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഓശോ ബബുകുലുസുവാൻ ലവൽ മീ. നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെ മേലും തന്റെ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ ശിവശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ വിശുദ്ധ ഗണിയമറിയാമെന്ന ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവ രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ പ്രകാരം സംഭവിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. നീ പെസഹ കഴിക്കുവാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന് എന്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നുവെന്നാ പറയുവീ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിൽ ഇരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ പോകുന്നു. സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളാമായിരുന്നു. അപ്പോൾ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബി എന്ന് പറഞ്ഞത്
നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതൊന്ന് കുടിക്കുവിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെ പേരും തന്നെ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ തന്നെ ദൃഷ്ടാന്തീകരിക്കുകയും സകല രഹസ്യങ്ങളും തന്നെ സാക്ഷീകരിക്കുകയും സകല മഹോത്സവങ്ങളും തന്നെ സ്തുതിക്കുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമായ മിശിഹാ തമ്പുരാന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുഷ്കാലമൊക്കെ സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഓശോ സുബാൻ ലവൽ മീ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. നീതീകരിക്കുന്നവനും ഇല്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലുപ്പവുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവ്വജനത്തിന്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച നല്ലവനെ ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹദേഹി ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവം മാതമഞ്ഞ ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ രാജാവായ മിശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ.
കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ചെയ്യണമേ. നിങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനങ്ങളായ ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരണത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ച കളയണമേ. സമാധാന മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തെ ഞങ്ങൾ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്ത്യപൂർണ്ണ ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്കാ സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു, ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങളുടെ രക്ഷിതാവും നാഥനുമായ മിശിഹാ തമ്പുരാനേ, പ്രവാചകന്മാരാൽ സൂചിപ്പിക്കപ്പെടുകയും അവർക്ക് ദൃഷ്ടാന്തമായി കാണപ്പെടുകയും ചെയ്ത നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ നീ ശിഷ്യന്മാരോടുകൂടി ന്യായപ്രമാണത്തിലെ ആട്ടിൻകുട്ടിയെ ഭക്ഷിച്ചു. അതിന്റെ ശേഷം തൃക്കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് നിന്റെ സ്ലീഹന്മാർക്ക് കൊടുത്തു. ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എന്റെ ശരീരം ഇതാകുന്നു എന്ന് നീ അരുളി ചെയ്തു. വീഞ്ഞും വെള്ളവും കലർത്തിയ പാനപാത്രവും എടുത്ത് ഇത് പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീൻ എന്നും അരുളി ചെയ്തു. ഈ സമയം മുതൽ പഴയതെല്ലാം അവസാനിച്ച സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഇതാ തന്നെ തന്നെ യാഗമായി അർപ്പിക്കുകയും ആട്ടിൻകുട്ടിയെ പോലെ വിധിക്കപ്പെടണമെന്ന് അറിയിക്കുകയും ചെയ്ത യാഗം എത്രയോ വിസ്മയനീയമാകുന്നു. വിവേകികൾക്ക് ഈ മർമ്മം വലിയതും വിദ്വാൻമാർക്ക് ഈ ചരിത്രം വിസ്മയകരവുമാകുന്നു. സഭ ഈ ദാനത്തെ അംഗീകരിക്കുകയും വിശ്വാസത്തോടെ കുദാശ മുഖാന്തരമായി ഈ രഹസ്യം കൈക്കൊള്ളുകയും ചെയ്യുന്നു. കർത്താവേ, നിർമ്മലോപദേശത്താൽ നിന്റെ വാഗ്ദാനങ്ങൾ അറിവാൻ തിരുസഭയെ തൽപരരാക്കണമേ. സകല മലിനതകളിൽ നിന്നും കറകളിൽ നിന്നും അവളെ കഴുകി വിനയവും ഐക്യവും സ്നേഹവും അണിയിക്കുമാറാകണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്ന് നീക്കും ദൈവത്തിങ്കൽ നാം പ്രാപിക്കുമാറാകാം. ഭാവികളുമായ ആമേൻ എന്ന ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെന്ന് ബഹുമാനമുള്ള പട്ടകാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും ഞങ്ങൾക്ക് വേണ്ടി
വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ ഭാഗ്യമോ സോമൻകാലോ എല്ലാവർക്കും ഇരിക്കാം. പ്രത്യേകമായിട്ട് ഇന്ന് സഹായുടെ ശുശ്രൂഷയിൽ ഒരുമിച്ച് വന്നിരിക്കുകയാണല്ലോ. നമുക്ക് സമയവും വളരെ പരിമിതമാണല്ലോ. അതിനാൽ ബർത്ത്ഡേ, വിവാഹ വാർഷിക സ്വതന്ത്ര ശുശ്രൂഷകൾ ഉണ്ടായിരിക്കുന്നതല്ല. ഇടവ സെക്രട്ടറി ഇപ്പോൾ പരസ്യങ്ങൾ അറിയിക്കുന്നതാണ്. Good morning. Good morning. It's a good early morning and a very, very warm welcome to this very unusual timing for the Maundy Thursday Holy Kurbana. However, it is a very good day to shout praises to the most significant meal that we celebrate as Christians today. Can we raise our right hands and say, praise the Lord? Praise the Lord. Once again, praise the Lord. Praise the Lord. Thank you. To everyone, today we want to especially welcome Linu Achan and Chako P. George Achan, who are leading us in this Pesa Vyadam Susrusha. Today is Passover Thursday, Pesach Vyadam or Maundy Thursday. The question that most people ask is, why was this night different from any other night? Why was this meal so important? Verse 18 of the Evangelion, which was read today, says, Jesus knew very clearly that his time was near. With the breaking of the bread, Jesus begins a new relationship, a new covenant, and a new deal with us. He spills his blood, offers his body, and gives his life to cover our sins and offer us grace. This meal was the sacrament. This meal was the Eucharist. And this is what we do every Sunday in our Kurbana. As we step into the announcements, let us give thanks and praise to God and renew God's covenant with us. Announcements for this week. Some general body notices. The Senior Citizen Fellowship's annual general body meeting will be held on 22nd April 2025, Thursday, Tuesday, 7 p.m. at the Trinity Marthama Church, Karama, Dubai. Our Vicar, Reverend George Achan, will preside over the meeting. Number 1 agenda, presentation and approval of annual report of the Senior Citizen Fellowship for the year 24-25 by the Secretary. Presentation of audited financial statement for the year 24-25 by the Treasurer. Number 3, election of the remaining office bearers for 25-26, Auditor 1 position, Diocesan Representative 1 position, Kaistana Samiti Member 1 and Treasurer 1. Any other matter with the permission of the Chair? This notice is from Chako Ike, Secretary, Senior Citizen Fellowship. Next is the general body notice of the Sevira Sangam. The third general body and the annual day of the Trinity Sevira Sangam will be held on Saturday, 26th April at F3 Hall, HTC compound from 6 p.m. onwards. Agenda number 1, presentation and approval of annual reports for the year 24-25, presentation and approval of annual accounts for the year 24-25, approval for the budget for the year 25-26. All Sevira Sangam members are requested to attend. For Sevira Sangam, Sharon Rajesh, Secretary. The general body notice the Trinity Marthama Church Choir, a general body meeting will be held or scheduled to be held on 26th of April at 8:30 p.m. at the B9 Hall,
All choir members are kindly requested to attend the meeting. The agenda for the meeting: number 1, to pass the annual report for the year 24-25, to pass the annual audited statement of accounts for the year 24-25, any other matter with the permission of the chair. For Trinity Marthama Church Choir, Sunu Joseph, Choir Secretary. Worship schedule for this week: Nale Dukkavelli. We will have our Dukkavelli Aicha Sushusha from 4 p.m. to 7 p.m. at the St. Paul's Chapel, which is right next building, ground floor. 1000 പേർക്ക് ഇരിക്കാം. So please invite anyone who wants to join us for the Good Friday services. Our Diocesan Episcopal, Right Reverend Dr. Isaac Mar Felix Nostrimini, will lead us in the Good Friday services. ഈ ശനിയാഴ്ച മറ്റന്നാൾ we will not have any services. On 19th April ഒരു സർവീസ് പോലും ഒരു ഹാളിലും കാണത്തില്ല, ദുഃഖ ശനിയായതിൻ്റെ കാരണം. ഞായറാഴ്ച on Easter Day we will have our Easter services from 7:45 a.m. at the E3 St. Peter's Chapel, along with Chakopi George Achan and Linu George Achan. We will have Abraham Karikan Achan and Jijo C. Daniel Achan Jijo C. Daniel Achan is the vicar of the Abu Dhabi Martuma Parish. They will be celebrating the Holy Qurbana services on Easter Day. Area prayer meeting, Sharjah Ajman Prayer Group meeting will be held on 24th April at 8 p.m. at the residence of Mr. Thomas Kurian, followed by a farewell for Reverend Linu George Achan. Bardubai Mankul Prayer Group area prayer meeting and general body meeting will be held on Sunday, 27th April 2025 at 4:30 p.m. at the residence of Mr. Noel Philip. Kindly note, the election of Kaistana Samiti member for the financial year 25-26 will be held during this meeting. Abu Hail Mamzar Prayer Group Cottage Prayer is scheduled on Sunday, 27th April at 7:30 p.m. at the residence of Mr. Epan K. Joseph. After the prayer meeting, there will be a farewell meeting for the vicar and family. All these prayer meetings, Reverend Linu George Achan will preside over these meetings. Marriage announcement and invitation. Ranjit Matthew Thomas, our Yuvajana Sakyam secretary, and the prayer group secretary of Satwa Jumeirah prayer group is getting married to Shiny Abraham on 24th of April at Ebenezer Marthama Church, Valangara, Venikulam. On the 24th of April, and God willing, will be solemnized by Right Reverend Dr. Gregorios Mar Stefanos Episcopa. For everyone who's traveling to Kerala or who is in Kerala, kindly do attend the marriage and bless the couple. Finally, the church would like to thank the parish choir members who are assisting with the worship today. God bless us all and wish you all a good. ദൈവം മുൻപാകെ നമുക്ക് ആരാധനയിൽ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളെ നമ്മെ തന്നെ ഏൽപ്പിക്കാം. സ്വത്രകാഴ്ചയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ഇപ്പോൾ ഗായക സംഘം വരാമൺ കൺവെൻഷൻ ഗീതങ്ങളിൽ 94ാമത്തെ ഗീതം പാടുമ്പോൾ സ്വത്രകാഴ്ച സമർപ്പിക്കാം. ഒരു നാളും
ദൈവമേ, ബലഹീനരായ ഞങ്ങളുടെ മേൽ നിന്റെ കനിവ് തോന്നണമേ. വിശുദ്ധാരാധനയിലേക്ക് ചേർന്ന് വരുവാൻ ഞങ്ങളെ നീ സഹായിക്കുന്നുവല്ലോ. കർത്താവേ, അടിയങ്ങളെ മുറ്റുമായി നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, നിന്റെ പെസഹായെ ഓർക്കുന്നതായ അനുഗ്രഹീതമായ ആരാധന മധ്യേ അടിയങ്ങളെയും ഈ കാഴ്ചകളെയും ദൈവരാജ്യ മഹത്വത്തിനു വേണ്ടി സമർപ്പിക്കുന്നു. കൃപ കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ മേൽ നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ധ്യാനത്തിൽ പ്രിയപ്പെട്ട ചാക്കോപ്പി ജോർജനാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ട ചാക്കോപ്പി ജോർജനെ ശുദ്ധ ദൈവവചന ധ്യാനത്തിനായിട്ട് ക്ഷണിക്കുന്നു. ഏക ദിവസം തിരുവചന ചിന്ത പങ്കിടുവാനായിട്ട് ലഭിച്ച വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കാരണം ക്രിസ്തു സഭ എല്ലാ കാലവും ആചരിച്ചു പോന്ന പ്രത്യേക ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കഷ്ടാനുഭാഴ്ചയിലെ പെസഹ. അന്നത്തെ വിശുദ്ധ കുർബാനകളിൽ ഏറ്റവും വിലപ്പെട്ടതും ശ്രദ്ധേയവുമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 2-ാം വാക്യം, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹ ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹ ആകുന്നുവെന്ന് അറിയുന്നുവല്ലോ, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട്, അതിനുവേണ്ടി ക്രിസ്തുവിനെ പിടിക്കുവാനും ക്രിസ്തുവിനെ തടവിലാക്കുവാനും അതല്ലെങ്കിൽ ക്രൂശിക്കുവാൻ വേണ്ടിയുള്ള ന്യായപീഠത്തിന് മുമ്പിലേക്ക് കൊണ്ടുപോകാനും യഹൂദ മഹാപുരോഹിതന്മാരും സംഘവും തീരുമാനിച്ചിരുന്ന ദിവസം പെസഹായുടെ കാലഘട്ടമാണ്. അവരുടെ ഈ തീരുമാനം വന്നത് അവരുടെ ശുദ്ധമായിട്ടുള്ള ഒരു ചിന്തയിൽ നിന്നല്ല, ഇത് ചരിത്രത്തിൻ്റെ ഒരു ആവശ്യകതയിൽ നിന്നും നിയോഗത്തിൽ നിന്നുമാണ്. കാരണം പെസഹ എന്നത് ഇസ്രായേൽ മക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, ഓർമ്മയാണ്. നമുക്കറിയാം, 1-ാം പാഠം വായിച്ചപ്പോൾ മോശയോട് ദൈവം പറഞ്ഞ പെസഹ ആചരണത്തെക്കുറിച്ചാണ് നമ്മളവിടെ വായിച്ചത്. അത് ചരിത്രവും നമുക്കറിയാം. ഇന്നും ലോകമുൻപാകെ ശ്രദ്ധേയമായി നിൽക്കുന്ന ഈജിപ്തിലെ പിരമിഡുകൾ അത് വിളിച്ചോതുന്നതാണ്. എബ്രായ ആളുകൾ ഈജിപ്തിൽ അടിമകളായിരുന്നു. ആ അടിമത്വവും അവരുടെ വിടുതലും ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നത് ഈ സിമിലർ ചരിത്രം, ഏകദേശം അതിന് തുല്യമായിട്ടുള്ള ചില ചരിത്രങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു രാജാക്കന്മാരുടെ ശാഖയുണ്ടായിരുന്നു. അവരിങ്ങനെ പുനലൂർ വഴി യാത്ര ചെയ്ത് അവർ പന്തളത്ത് വന്നു. പന്തളം രാജകൊട്ടാരത്തിൽ വന്ന് താമസം ആരംഭിക്കുമ്പോൾ കേരളത്തിൽ പൊതുവെ നാട്ടുരാജാക്കന്മാർ ഭരിക്കുകയാണ്. പരസ്പരം കലഹിച്ചും വെട്ടിപ്പിടിച്ചും ഒക്കെയുള്ള ഭരണങ്ങളാണ്. 100 യുദ്ധമെന്നൊക്കെ പറയും. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ജനതയെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഈ പന്തളം രാജാക്കന്മാർ. അവരുടെ ഈ ചരിത്രം പഠിക്കാൻ ഞാൻ ചെന്നപ്പോൾ അവരുടെ ഹാളിൽ എന്നെ ഒറ്റയാൾ മാത്രമായി സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ചോദിച്ച ചോദ്യത്തിന് വളരെ സൗമ്യമായി മറുപടി പറയുന്ന ഒരു രാജാവിനെ കണ്ടു. അവർ പറഞ്ഞു, എല്ലാ മനുഷ്യരോടുമുള്ള ഞങ്ങളുടെ താല്പര്യമാണ് ഇതിനെ ഞങ്ങൾ ഒരുക്കിയത്. മുകളിൽ പ്രത്യേകമായിട്ട് നോക്കിയപ്പോൾ 3 ഫോട്ടോസ് കണ്ടു. ഇടത് അയ്യപ്പൻ്റെ ഫോട്ടോ, സെൻട്രൽ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ,
ക്രിസ്തുവിൻ്റെ ദ സേക്രഡ് ഹാർട്ട് എന്ന് പറയുന്ന ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താ ഇത്? ക്രിസ്തുവിൻ്റെ ഫോട്ടോ ഇവിടെ ഈ സെൻറ്ററിൽ തന്നെ വെച്ചിരിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുഞ്ഞേ, ദൈവം ഒന്നല്ലേ ഉള്ളൂ. ആ വിധത്തിൽ ഞങ്ങൾക്കിത് പ്രിയപ്പെട്ടതാണ്. അവർ വന്ന് കേരളത്തിൽ ഭരിച്ച അതിനെ ഓർമ്മിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഈ പേർഷ്യൻ രാജാക്കന്മാർ ഈജിപ്തിലേക്ക് പോയത് നമ്മുടെ മനസ്സിൽ തരുന്നത്. അവർ വന്ന് ഈജിപ്തിൽ താമസമാക്കി ഭരണം പിടിച്ചെടുത്തു ഈജിപ്തിലെ. അതിന് സഹായിച്ചത് ജോസഫ് എന്ന് പറയുന്ന മന്ത്രിയാണ്. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം ഈ രാജാക്കന്മാരെ ഓവർത്രോ ചെയ്ത് ഈജിപ്തിലെ ആ കൊട്ടാരത്തിലുള്ള ആളുകൾ തന്നെ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടം വന്നു. അവർ പോലും അറിയാതെ ആ കൊട്ടാരത്തിൽ ഒരു കലാപം ഉയർന്നു വന്നു. അതിന് തിരികൊളുത്തത് കൊട്ടാരത്തിൽ തന്നെ വളർന്നു വന്ന മോസസാണ്. അറബികളുടെ മൂസാ നബി, യഹൂദന്മാരുടെ പ്രവാചകനായ മോശെ. കൊട്ടാരത്തിൽ നിന്ന് വളർന്നു വന്ന ഈ മോശെ ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനായി തീർന്നു. ഈജിപ്തിലെ സകലവിധമായ ആയോധന കലയും അദ്ദേഹം മനസ്സിലാക്കിയ ശേഷം എബ്രായരുടെ സംസ്കാരത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളവനായി തീർന്നു. അതിനുശേഷം സംഭവത്തെത്തിയ അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ യവനായ പാരമ്പര്യത്തിൽ ഉള്ളത് എന്തെന്ന് മനസ്സിലാക്കുവാൻ ദൈവം സംഗതി വരുത്തി. അങ്ങനെ വളരെ പണ്ഡിതനായ നേതാവായി തീർന്നു മോസസ്. ഇപ്പോഴാണ് മോസസിനോട് ദൈവം പറയുന്നത്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എനിക്ക് മതിയായിരിക്കുന്നു. കച്ചവടവും അടിമത്വവും നിലനിൽക്കുന്ന കാലഘട്ടമാണ്. അടിമകൾക്ക് നേതാവില്ല, അടിമകൾക്ക് കരഞ്ഞാൽ കേൾക്കാൻ ആരുമില്ല. പക്ഷേ ദൈവം പറയുകയാണ്, അവരുടെ കഷ്ടത ഞാൻ കണ്ടു നിലവിളി കേട്ടു. അന്ന് അവരെ വിടുതൽ ചെയ്യുന്നതിൻ്റെ പദ്ധതി തയ്യാറാക്കിയത് യഹോവയായ ദൈവമാണ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജനം മിസ്രൈമിൽ നിന്ന് വിട്ടുപോകുന്ന ദിവസത്തിൻ്റെ വിടുതൽ എന്ന നിലയ്ക്കാണ് പെസഹ എന്ന് പറയുന്നത്, വിടുതൽ. അപ്പം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മോശയുടെ നേതൃത്വത്തിൽ ജനം വിട്ടുപോരുകയാണ്. മോസസ് ആരാണ്? മോസസ് ഇന്നും ലോക ചരിത്രത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു ഫിഗറാണ്. ലോകത്തിലെ നിയമങ്ങളുടെ എഴുത്തുകാരൻ. ഹമ്മുറബിയുടെ നിയമത്തെ മറികടന്ന് ലോകത്തിൽ നിയതമായിട്ടുള്ള ഒരു നിയമാവലി കൊടുത്ത മനുഷ്യൻ. അതുമാത്രമല്ല, നേതൃത്വം എന്തെന്ന് പഠിപ്പിച്ചത്. MBA ഒക്കെ ട്രെയിനിങ് പഠിക്കുന്ന ആളുകൾ, അതിനകത്ത് ആദ്യത്തെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഇത്രോവിൻ്റെതാണെന്ന് പറയും. മോശയെ കാണാൻ വരുന്ന ഇത്രോ പറഞ്ഞു കൊടുത്തതാണ്. അക്കാലഘട്ടത്തിൽ ജനത്തെ ഒന്നിപ്പിക്കുവാൻ മോശ നടത്തിയ പരിശ്രമം വളരെ വിലപ്പെട്ടതാണ്. ഇന്നും നമുക്കത് പാഠപുസ്തകമാണ്. അതുകൊണ്ട് മോശയുടെ നേതൃത്വത്തിൽ പോകുന്നതായിട്ടുള്ള ജനതതി, ആ ജനതതിയെ ഒരു ശക്തമായ സമൂഹമായി തിരഞ്ഞെടുത്ത് അവരെ ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമി കനാനിലേക്ക് കൊണ്ടുവരുന്ന ആ ചരിത്രം അവരെല്ലാ കാലത്തും ഓർമ്മിക്കും. അവിടെയാണ് ഇതിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കം. ഇത് വിശദമാക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പെട്ടെന്ന് നമുക്ക് അവിടുന്ന് പോകാനായിട്ട് ശ്രമിക്കാം. ഈ മോസസ് മൂലം ആളുകൾ ഇങ്ങനെ കടന്നു വന്ന ചരിത്രത്തെ ഓർമ്മിച്ച് അത് ആഘോഷിക്കുന്നതായിട്ടുള്ള ദിവസമാണല്ലോ ഇന്ന്. ആ കാലഘട്ടം ജനം മോസസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയതായിട്ടുള്ള ആ യാത്ര 40 ദിവസം കൊണ്ട് ഇടയന്മാർ പോകുന്ന വഴിയിലൂടെയാണ് പോകാൻ ആഗ്രഹിച്ചത്. പക്ഷെ വഴിതെറ്റിപ്പോകൽ പോലും ദൈവത്തിൻ്റെ പദ്ധതിയായി. 40 വർഷം അവർ ഉഴന്ന് നടക്കേണ്ടി വന്നു. ദൈവത്തിൻ്റെ പദ്ധതി അത് മാറുകയില്ല. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ വഴിതെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ പോലും അവൻ ചെന്ന് പതിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ONV കുറിപ്പ് സാറ്
ഈ യാത്രയെക്കുറിച്ച് ഒരു ചെറിയ കവിത എഴുതിയിട്ടുണ്ട്. എവിടെയാ വാഗ്ദത്ത ഭൂമി? മനോഹരമാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കാം, ചൊല്ലി കേൾപ്പിക്കാം. എവിടെയാ വാഗ്ദത്ത ഭൂമി ചോദിപ്പു ഞാൻ, എവിടെയാ സവർണ ഭൂമി? നിലവിളിച്ച് ഒരു പടി കൂടി പകൽക്കിളി പറന്നലച്ചെങ്ങോ മറഞ്ഞു. ചുടുകാറ്റ് ഒരജ്ഞാത ശത്രുവിൻ സേന പോൽ ചുഴലവും ആർത്തലയ്ക്കുന്നു. ഇവിടെ ഈ മരുഭൂവിൽ യുദ്ധത്തടവുകാരായി ഞങ്ങൾ നിന്നു. തളരും പാദങ്ങളിൽ, തപ്തമാത്മാവിൽ, തരളമാം കൺകളിലെല്ലാം ഒരു യുദ്ധത്തിൻ ആഘാതം, മരണത്തിൻ ദൂതുണർത്തിക്ക്. ഇവിടെ ഈ മരുഭൂവിൽ നിന്ന് ചോദിപ്പു ഞാൻ, എവിടെയാ സവർണ ഭൂമി? എവിടെയാ വാഗ്ദത്ത ഭൂമി എന്ന് ചോദിച്ച് ജനം കലഹിക്കുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് നിന്ന് ജനത്തോട് അടങ്ങിയിരിക്കുവിൻ, യഹോവ അത്ഭുതം പ്രവർത്തിക്കുന്നു പറഞ്ഞ മോശയുടെ ആ ധീര നേതൃത്വത്തെ ഓർക്കുകയും യഹോവയാലുള്ള വിടുതലിനെ ഓർമ്മിക്കുകയും ചെയ്യുക. അതേ ദിവസം യേശു ക്രിസ്തു തെരഞ്ഞെടുത്ത് ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്ക് പെസഹ ആചരിക്കണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഞാൻ എൻ്റെ വാക്ക് കേട്ട് ഇന്ന ഭവനത്തിൽ ചെന്ന് അവരോട് പറയുക, ഗുരു ഇവിടെയാണ് പെസഹ ആചരിക്കുന്നത്. ഈ പെസഹ ആചരിക്കുവാനായിട്ട് യേശുവിനെ തെരഞ്ഞെടുത്തപ്പോൾ അവർ ഓർമ്മിപ്പിക്കുന്നതായിട്ട് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ സമാപിപ്പിക്കാം. ഒന്ന്, യേശു പറഞ്ഞു, ഇന്ന് ഇതേ ദിവസം കഴിഞ്ഞാലുടൻ തന്നെ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. ഞാൻ പോകുന്നത് ക്രൂശിലേക്കാണ്. ക്രൂശീകരണം ത്യാഗത്തിൻ്റെ അനുഭവമാണല്ലോ. അതിലേക്ക് പോകുന്ന ക്രിസ്തുവിന് അതേക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ട മറൊരു ഉപമലയിൽ യേശുവിനത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. മാത്രമല്ല താൻ എന്തിനു ഭൂമിയിൽ വന്നെന്ന് വ്യക്തമായിട്ട് ക്രിസ്തുവിന് അറിയാമായിരുന്നു. ഈ പെസഹായുടെ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ മാംസം ഭക്ഷിക്കുകയും തിടുക്കത്തോടെ കനാനിലേക്ക് യാത്രയാകിച്ചതിൻ്റെ ശക്തമായ 2 ഓർമ്മകൾ യേശു പങ്കുവയ്ക്കുന്നു. ആ കുഞ്ഞാട് ഞാൻ തന്നെയാണെന്ന് ക്രിസ്തു പറയുന്നു. നിങ്ങൾ അറുത്ത് മാംസം ഭക്ഷിക്കുന്ന കുഞ്ഞാട് സിംബോളിക്കായി ഞാൻ തീരുകയാണ്. കാരണം അടുത്ത ദിവസം ഞാൻ മനുഷ്യ സമൂഹത്തിന് വേണ്ടി യാഗമായി തീരുവാൻ പോവുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. 2 തിമോത്തിയോസ് അവസാനത്തെ അധ്യായം 12-ാം വാക്യം. അപ്പോൾ യാഗമായി മനുഷ്യ സമൂഹത്തിന് പെസഹായുടെ വിടുതലിൻ്റെ കുഞ്ഞാടായി തീരുന്നു എന്ന് സിംബോളിക്കായി യേശു പറയുമ്പോൾ ഇത് യാഥാർത്ഥ്യമാകുന്നത് ക്രൂശിലാണ്. ആ ക്രൂശിലാണ് മാനവജാതിയുടെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് യേശു പറഞ്ഞ് മനസ്സിലാക്കുന്നു. 1. 2, ക്രിസ്തു പറഞ്ഞു ക്രൂശിൽ മാനവജാതിയുടെ രക്ഷയുടെ അടിസ്ഥാനമുണ്ട്. എന്നാൽ രണ്ടാമത്തെ ക്രിസ്തുവിൻ്റെ പ്രഖ്യാപനം, ഞാൻ ഇനിമേലാൽ സ്വർഗരാജ്യത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ അല്ലാതെ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കയില്ല. സ്വർഗരാജ്യത്തിൽ ഒരു പെസഹയുണ്ട്, അതും വിടുതലാണ്. സകല മാനവജാതിയുടെയും ആത്യന്തികമായ വിടുതലിൻ്റെ ആഘോഷ ദിവസമാണ് സ്വർഗരാജ്യത്തിലെ. അവൻ ദൂതനോട് 7-ാം കാഹളം ഊതുക എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന് ആളുകൾ മനസ്സിലാക്കും. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള എന്നേക്കുമുള്ള പെസഹായി സ്വർഗത്തിൻ്റെ പെസഹ തീരുന്നു. എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന യാഗ ആ കൂടാരം ഞാൻ കണ്ടു. വിശുദ്ധ യാഗ കൂടാരം, സമാഗമന കൂടാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അത് മനുഷ്യരുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ പുതിയ ഭൂമിയും പുതിയ ആകാശവും തുടക്കമാകുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മുടെ മുൻപാകെ പ്രത്യാശയായി നിലനിൽക്കുന്നു. ആ സ്വർഗീയ കൂടാരത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതിൻ്റെ 2-ാം ഘട്ടമാണ് ഭൂമിയിലെ ഈ പെസഹ. ഇതിൻ്റെ
കൾമിനേഷൻ പോയിന്റ് സ്വർഗത്തിലെ പെസഹയാണ്, വിടുതലാണ്, എന്നേക്കുമുള്ള വിടുതൽ. ആ വിടുതലിനായി ഈ പെസഹ നമ്മളെ ക്ഷണിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ, ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഈ സ്വർഗീയ ലാക്കിനെ മുൻപിൽ വെച്ചുകൊണ്ട് നാം യാത്ര ചെയ്യാം. സ്വർഗത്തിലേക്കുള്ള യാത്രമധ്യേയുള്ള ഈ വിശുദ്ധ ഭോജനത്തിൽ പങ്കുചേരാം. ഈ വിശുദ്ധ കുർബാനയുടെ ആരാധന കഴിഞ്ഞ് ആശീർവാദം പറയുമ്പോൾ ചില സഭകൾ പറയുന്ന ആശീർവാദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ യാത്രാ ഭക്ഷണത്തിലോട് കൂടെ നിങ്ങൾ പോകുക എന്ന് പറയും. യാത്രയ്ക്കുള്ള ഭക്ഷണമാണ്. ഏലിയാവ് 40 രാവും 40 പകലും ഓടുന്ന ഓട്ടത്തിന് മുമ്പ് 2ാം തവണ ദൂതൻ ഏലിയാവിനോട് പറയുന്നൊരു വാചകമുണ്ട്: എഴുന്നേൽക്കുക, തിന്നുക, കുടിക്കുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. അതേ, നമുക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ക്രിസ്തുവിനോടുകൂടെ ഈ പെസഹായിൽ ഭക്ഷിച്ച് പാനം ചെയ്ത് ആത്മീയ ഭക്ഷണം സ്വീകരിച്ച് ബലപ്പെട്ട് ദീർഘയാത്ര ചെയ്യാം. ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞ് സ്വർഗീയ നാട്ടിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തോടെ കർത്താവെ, നിന്നോടുകൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. അതിന് ഉള്ള ഭക്ഷണം, സ്വർഗീയ ഭക്ഷണം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പറയാം. ഈ പെസഹ നമുക്ക് അനുഗ്രഹത്തിൻ്റെ നന്മയുടെ ഭക്ഷണമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. പാസ്ഓവർ, പെസഹ എന്നുള്ള വലിയ വിടുതലിൻ്റെ അനുഭവമാണ് എന്ന് പ്രിയപ്പെട്ട അച്ഛനിലൂടെ കേൾക്കുവാൻ നമ്മെ ഇടയാക്കിയല്ലോ. ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് തൻ്റെ തിരുശരീരവും തിരുരക്തവും ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞ് അപ്പവും വീഞ്ഞുവാൻ വാഴ്ത്തി നൽകുമ്പോൾ തൻ്റെ ക്രൂശിനെ ഓർക്കുവാൻ, തൻ്റെ പരമയാഗത്തെ ഓർക്കുവാൻ നമ്മോട് പറയുന്നു. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ചേർന്ന് പാടാം. ആത്മദേഹി ദേഹത്തെ കാഴ്ചയായി വെക്കുന്നതാ. സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ചേർന്ന് പാടി വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിൽ വന്ന യാഗ വസ്തുവായി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരികയാണ്. ഇതിൻ്റെ സ്വർഗീയ മഹത്വത്തിലൂടെ പെസഹായുടെ അനുഗ്രഹീതമായ വിശുദ്ധ ആരാധന ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങളോട് നീ പറയുന്ന അനുഗ്രഹീതമായ തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾക്കായി, സത്യങ്ങൾക്കായി സ്തോത്രം. അടിമ നുകത്തിൽ കിടക്കുവാനല്ല, ഒരു വിടുതലിൻ്റെ പെസഹ അത് ശ്രേഷ്ഠതയോടെ ദൈവസാക്ഷ്യത്തിനായി ഒരുക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ദൈവ മഹത്വം ഞങ്ങളിൽ വിളവേകുവാൻ തക്കവണ്ണം കർത്താവേ ഇടയാക്കണമേ. ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ ദൈവം ദൈവജനത്തിൻ്റെ കണ്ണുനീർ കണ്ടു ദൈവജനത്തിൻ്റെ നിലവിളി കേട്ടു എന്ന് തൻ്റെ അഭിഷിക്തനായ മോശയോട് പറഞ്ഞ് അവനെ നിയോഗിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും കർത്താവെ ഒരു വിടുതലിൻ്റെ അനുഭവമാണല്ലോ പെസഹ. കർത്താവെ, നിന്റെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്.
ദൈവ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. കർത്താവിൻ്റെ ക്രൂശിനെ നോക്കുവാൻ ഞങ്ങളെ നീ ഇടയാക്കണമേ. കർത്താവെ, നിന്റെ തിരുശരീരരക്തങ്ങൾ ഞങ്ങൾ ഓരോ ആരാധനയിലും പങ്കുചേരുമ്പോൾ ഞങ്ങളെ തന്നെ ഒരുക്കി സമർപ്പിക്കുന്ന അനുഭവത്തോടെ തിരുമേശ ഞങ്ങളോട് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി തന്നെ പരമയാഗമായി വേദന ഏറ്റെടുത്ത ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ ഞങ്ങൾക്ക് ദൈവമഹത്വം ദർശിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ടവൻ അവൻ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഉള്ളിൽ സ്നേഹം വറ്റിപ്പോകുമ്പോൾ, ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഞങ്ങൾ വേദനിച്ചു പോകുമ്പോൾ നിന്റെ ക്രൂശിലേക്ക് നോക്കുവാൻ, നിന്റെ പെസഹായുടെ വലിയ അനുഭവത്തിലേക്ക് നോക്കി ബലം പ്രാപിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ പിതാവേ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മേശയിലേക്ക് നാം ഒരുങ്ങുകയാണല്ലോ. പ്രത്യേകമായിട്ട് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ കുദാശയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. വിശുദ്ധ കുമ്പസാരത്തിൻ്റെ കുദാശയിലൂടെ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടെ കർത്താവിൻ്റെ തിരുമേശയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയപ്പെട്ട ചാക്കോബി ജോർജൻ കുമ്പസാര കുദാശയ്ക്ക് നേതൃത്വം. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാരെ തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമലും ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മെസ്സിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചുവെന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകാൻ ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും ക്രമനിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് തിരുവനത്തിന് തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരരക്തവും എനിക്ക് ശിക്ഷാധിക്കും കുറ്റത്തമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുഭവിച്ച് തങ്ങളുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും കരുണസമരനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തരം കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. സഹായുടെ വിശുദ്ധ കുർബാനയായതിനാൽ സമാധാന ആശംസകൾ എന്നല്ല, അതിന് പകരമായുള്ള നമ്മുടെ കർത്താവിൻ്റെ ബഹുമാനം നാം എല്ലാവരുടെയും പേരിൽ തന്നെ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കട്ടെ എന്ന അനുഗ്രഹീതമായ പ്രാർത്ഥനയോട് ചേർന്ന് പ്രതിവാക്യം പറയാവുന്നതാണ്. എൻ്റെ സഹോദരങ്ങളും പ്രധാനികളുമേ, ഈ
എന്നോടുകൂടെ പ്രാർത്ഥിപ്പീ. രഹസ്യമടങ്ങിയ താഴത്തിൽ വെച്ച പഴയതും പ്രതിരൂപവുമായ ശുശ്രൂഷ പൂർത്തിയാക്കി തന്റെ കൃപയുടെ പുതിയ രഹസ്യങ്ങളെ ഞങ്ങൾക്ക് വരമേൽപ്പിച്ചു തന്ന ഞങ്ങളുടെ മിശിഹാ തമ്പുരാനേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധിയുള്ളതും രഹസ്യമടങ്ങിയതുമായതിന്റെ അത്താഴത്തിൽ പങ്കുകൊള്ളുന്നവരും സംബന്ധിക്കുന്നവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും അതിൽ സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. പാപത്തിന്റെ സകല അന്ധകാരത്തിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രഹസ്യകാര്യങ്ങളും പരസ്യകാര്യങ്ങളും ഞങ്ങൾ നിനക്ക് പ്രസാദമുള്ളവരായി തീരണമേ. ഇവിടെയും മാഞ്ഞുപോകാത്ത ആയുസ്സിലും നിന്റെ രാജ്യത്തിലെ ഭാഗ്യങ്ങളിലും നിന്റെ സ്വർഗീയ മണിയറയിലും ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങളുടെ അടുക്കലുള്ള നിന്റെ സകല കൃപകൾക്ക് വേണ്ടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും പുതിയ സ്തോത്രവും വന്ദനവും കൃതജ്ഞതയും ഞങ്ങൾ കരയേറ്റും. നാമെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും എന്നേക്കും ഉണ്ടായിരിക്കുമാറാ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും കഴുത്തുകളെയും നിങ്കലേക്കും നിന്റെ മുൻപാകെ ഞങ്ങൾ ഉണക്കിയിരിക്കുന്നു. നീ സകലത്തിന്റെയും സഹായിയും സങ്കേതസ്ഥലവും ആകൊണ്ട് ഞങ്ങളുടെ ബലഹീനതയ്ക്ക് വാഴ്വുകളും സഹായവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുൻപാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നതുമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളുമായിരിക്കണം. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും മാലാഖമാരോടും മാലാഖമാരുടെ കൂട്ടങ്ങളോടുകൂടി സ്തുതിയുടെ ശബ്ദങ്ങളാൽ ഞങ്ങൾ ശബ്ദമുയർത്തി ആർത്തു ചൊല്ലി നിന്നെ സ്തുതിക്കുന്നു. മസ്കിനാൻ ഞങ്ങൾക്ക് വേണ്ടി മരണവാസ്തുതിപ്പാനും സന്ധ്യാസമയത്തുള്ള സഹായ പൂർത്തിയാക്കുവാനും ദുരിഷ്ടമായപ്പോൾ
തന്റെ തൃക്കൈകളിൽ അപ്പമെടുത്തു, സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീര്, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് അരുളി ചെയ്തു. പ്രകാരം തന്നെ മുന്തിരസത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും അവനെടുത്തു. സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീന്, അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള രക്തമെന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവളുടെ വർണ്ണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, രക്ഷാകരമായ നിന്റെ വരവിനെയും രണ്ടാമത് എഴുന്നള്ളത്തിനെയും ഞങ്ങൾ ഓർക്കുന്നതായ ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച പ്രാർത്ഥിക്കുന്നു. നീതിമാന്മാരുടെയും പാപികളുടെയും പരിശോധന കഴിക്കുന്ന ന്യായവിസ്താരത്തിന്റെ ഭയങ്കരവും സമ്പർകരമായ ആ നാളിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് ചെയ്യരുതേ, ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പ്രതിപകരം ചെയ്യുമരുതേ. ഞങ്ങളുടെ തിന്മകളും അകൃത്യങ്ങളും ഹേതുവായി ദണ്ഡിപ്പിക്കപ്പെടുവാനും അതിവേദനപ്പെടുവാനും ഞങ്ങൾക്ക് സംഗതിയാകരുതേ. എന്നാലോ കർത്താവേ, ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ പാപങ്ങളും തിരുമുഖം തിരിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. ഇത് ഹേതുവായിട്ട് നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ച് പറയുന്നു. ലാഭോക്കാതമറോ ഞങ്ങളോട് ഞങ്ങളോട് അരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്ത ദയതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അപ്പൊ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും സകല മാലിന്യങ്ങളിൽ നിന്നും വെടിപ്പാക്കണമേ. അവരുടെ പാപങ്ങളെ മോചിച്ച നിത്യജീവൻ അവരെ അവകാശികളാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും
പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ നാല് ഭാഗങ്ങളിലുള്ള വിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിരുവോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തയെയും ഞങ്ങളുമായി സംസർഗത്തുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോറേറ്റന്മാരെയും ഞങ്ങൾ പിതാക്കന്മാരായ യോയാക്കീമാർ കൂറിലോസ് ജോസഫ് മാർ ബർന്നബാസ് എന്നീ സപ്രകൻ മെത്രാപ്പൊലീത്തമാരെയും തോമസ് മാർ തീമത്തിയോസ് ഐസക് മാർ ഫീലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാറിയോസ് ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് തോമസ് മാർ തീത്തോസ് സഖറിയാസ് മാർ അപ്രേം ജോസഫ് മാർ യുവാനിയോസ് മാത്യൂസ് മാർ സറാബി എന്നീ എപ്പീസ്കോപ്പമാരെയും കസീസന്മാർ ശമാസന്മാർ മുതലായി പട്ടത്തിനടുത്ത് എല്ലാവരെയും സന്യസ്തർ സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും ചെയ്യുന്നുള്ള വിശാല മനസ്സ് സകലബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തേണമേ. ഭാഗ്യത്തിന് യോഗ്യതകളും തമ്പുരാനെ പ്രസവിച്ചതുമായ വിശുദ്ധനെ മറിയാമിനെയും ശുദ്ധന്മാരായ നിമിന്മാരെയും സ്ത്രീന്മാരെയും അറിയിപ്പുകാരെയും സഹോദരന്മാരെയും മൗദ്യന്മാരെയും സകല പരിശുദ്ധന്മാരെയും നോക്കുന്നു. കർത്താവേ, അവരുടെ പിന്നണിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നിയോജിപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷവർദ്ധിക്കുക ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. മഹാദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തന്റെ റൂഹായ സ്തുതിക്കുകയും ചെയ്യണം. മധ്യസ്ഥ
പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു നിമിഷം വേർതിരിക്കാം. ലോകരാജ്യങ്ങളെ, ഭരണാധികാരികളെ, നമ്മുടെ മാതൃരാജ്യത്തെ, നാം ഇപ്പോൾ വസിക്കുന്ന UAE എന്ന ഈ രാജ്യത്തെ ഭരണാധികാരികളെയൊക്കെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ ഓർക്കുന്നതായി നാളുകളിൽ അനുഗ്രഹീതമായി പെസഹയുടെ ആരാധനയിൽ ചേർന്ന് വരുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തിയല്ലോ. ദൈവം മുൻപാകെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആഗ്രഹിച്ചിട്ട് വരാൻ സാധിക്കാതെ ദൂരങ്ങളിലായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ, രോഗാവസ്ഥകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടലുകൾ, വേദനകളുടെയൊക്കെ മധ്യത്തിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കാം. ദൈവകൃപയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മെല്ലാം തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ചാക്കോപ്പി ജോർജിന് വേണ്ടി, ഒരുമിച്ച് ആരാധിക്കുന്ന നമ്മുടെ സമീപം നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നടത്തിയ വിധങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. UAE അനുഗ്രഹീതമായ ഒരു ആരാധനാ സമൂഹമായി രൂപപ്പെടുവാൻ, ഇടവകയായി ഒരുക്കപ്പെടുവാൻ നമ്മെ ദൈവം സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യും. ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കാണ് നന്ദി കരയേറ്റാം. കഴിഞ്ഞ ഒരു വർഷക്കാലം നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പുതിയൊരു വർഷത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവമഹത്വം, ദൈവകൃപ അനുഭവിപ്പാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പകരാം. നമ്മുടെ വേദനകളെ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനകളെ നമുക്ക് ഏൽപ്പിക്കാം. കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ട് നമുക്ക് മറുപടി നൽകുന്നവനാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിച്ച് കർത്തൃപ്രാർത്ഥനയിൽ നമുക്ക് സംഗ്രഹിക്കാം. റൂബേന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും ശ്രാബേന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വിവേകമുള്ള സൈന്യങ്ങളുടെ ആയിരങ്ങളാലും 10,000 പുകഴ്ത്തപ്പെടുന്നവനും സ്വരൂപിതനായി തനിക്കിണയ്ക്കുന്ന വഴിപാടുകളെയും പൂർണ്ണഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തി വരുത്തുന്നവനുമായി ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ എന്ന വിളിച്ച പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെ മേലും തന്നെ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ് ദൈവമേ, വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും അന്ത്യം തതുലേഖമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സൂക്ഷിക്കണം. വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. Krishna,
പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടി. എന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടി. ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുവനുമായ ജീവനും വിശുദ്ധിയും ഏകറുഹായി നമ്മോടുകൂടെ കർത്താവിന്റെ നാമം ആദിമുതലേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. എന്റെ സഹോദരന്മാരും വാത്സല്യമുള്ളവരുമേ, എനിക്ക് പ്രാർത്ഥിപ്പിൻ. കർത്താവിനെ ഭയപ്പെടുന്നവരോട് കരുണ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന് എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര പരിഹാരം ചെയ്തിരിക്കുന്നതായി
നിന്റെ അകത്താ നിന്റെ അടിയാർക്ക് പാവോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാതല്ലാതെ നിവർത്തുക നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ എന്നേക്കും തിരുസനുള്ള മുഖപ്രസാദനമായി ഗാഗുൽത്തായുടെ വരങ്ങളിൽ വെച്ച് മുറിക്കപ്പെടും ചിന്തപ്പെട്ടതുമായ നിന്റെ വിശുദ്ധ ശരീരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. രക്ഷിതാവുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരെ കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും അവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും ദൈവത്തിന്റെ ആർദ്രകരണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി താഴ്വരങ്ങളിൽ വെച്ച മുറിക്കപ്പെടും ചിന്തപ്പെടുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നതിന്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക.
നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ച ശരീരവും ഞങ്ങൾ പാനം ചെയ്തൊരു രക്തവും ഞങ്ങൾക്ക് ന്യായവിധിക്കും പ്രതികാരത്തിനുമായി തീരാതെ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബോധ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റു ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നവനായ കർത്താവ് ദൈവമേ, അകൃത്യവും കറകളും നിൻ സോപ്പായ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ കടങ്ങൾ കുറവുകളും നീ ഓർത്തിടരുതേ. മേൽപ്പെട്ടാടുകളിൻ കൂട്ടത്തിൽ ഞങ്ങളെ എണ്ണി എന്നും സ്വർഗം അനുഭവിപ്പീരെന്നരുളീണമേ. സഹോദരീ സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, പരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മാത്രമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹം നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ നിങ്ങൾ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവ് ജയം നൽകുന്ന ശ്രീവായിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടവരുമായുള്ളവരെ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് ക്രൂകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ഈരും ഭാവികളുമാടിയാർ ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയെ സഹായം ലഭിക്കേണ്ടതിനായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീ. കുരിശാ
ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ദൈവനാമത്തിലുള്ള സന്തോഷം അറിയിക്കുന്നു. വചന ശുശ്രൂഷ നിർവഹിച്ച പ്രിയപ്പെട്ട ചാക്കോ പി ജോർജനോടും അന്ന് ചേർന്ന എല്ലാവരോടും, ഗായക സംഘങ്ങൾ അസിസ്റ്റ് ചെയ്തവർ, പാഠങ്ങൾ വായിച്ച എല്ലാവരോടും ഓർത്ത് സ്തോത്രം. പ്രത്യേകമായിട്ട് നാളെയുള്ള വെള്ളിയാഴ്ചയിലെ വലിയ വെള്ളിയാഴ്ചയിലെ ശുശ്രൂഷ വൈകുന്നേരം 4 മണിക്കാണല്ലോ സെൻറ്റ് പോൾസ് ഹോളി വെച്ച്. അതിൽ നമ്മുടെ പരിചയക്കാരോടൊക്കെ അത് പറയുവാൻ, അനേകർ ആ ശുശ്രൂഷയിൽ വന്ന് അനുഗ്രഹീതമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷനായിരിക്കുന്ന അഭിവന്ധ്യ റൈറ്റ് റവറൻഡ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ തിരുമനസ് ആ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതാണ്. ദുബായ് പാരിഷിലുള്ള ശുശ്രൂഷകൾക്ക് ശേഷമാണ് തിരുമേനി ഇവിടെ എത്തുന്നത്. തിരുമേനി പ്രത്യേകമായി നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണമേ. വളരെ തിരക്കുകളുടെ മധ്യത്തിലും നമ്മുടെ ശുശ്രൂഷയിൽ വന്ന നേതൃത്വം നൽകുവാൻ തക്കവണ്ണം തിരുമേനി ദൈവം ശക്തീകരിക്കണമേ എന്ന് നിങ്ങളെല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രത്യേകമായിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും ആരാധനയ്ക്ക് ശേഷം മുൻപോട്ട് വന്ന് പ്രത്യേകമായി അറിയിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കായിക സംഘത്തോട് ചേർന്ന് യാത്രാഗീതത്തിൽ നമുക്ക് പങ്കുചേരാം. എല്ലാവർക്കും ശാന്തമായി പിരിഞ്ഞു പോകും. കണ്ടസ്യോ